അഡിസ്മോക്കിന് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ആ പുള്ളിയോട് ഒരു വ്യക്തിവേഗം പോലും ഇല്ല. പക്ഷേ ഈ ഒരു വണ്ടിയുടെ കേസിൽ ആ പുള്ളി കാണിച്ചേക്കുന്ന കസ്റ്റമറോട് കണ്ണിച്ചോറില്ലാത്ത കാര്യമാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, നമ്മുടെ യൂട്യൂബിൽ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് വീഡിയോകൾ കുതിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അരുൺ സ്മോക്കിയുടെ ഒരു കാര്യം പറയാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിങ്ങനെ ചെയ്യണത്. ഇപ്പോൾ യൂട്യൂബിൽ ഞാനിപ്പോൾ ഒരാഴ്ച കാലമായിട്ട് ഞാൻ കണ്ടുകൊണ്ട് വരികയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉദിച്ചുകൊണ്ടിരിക്കുന്നത് അരുൺ സ്മോക്കിനെ കുറിച്ച്. കാര്യം ഒരുപാട് പേര് അരുൺ സ്മോക്കിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്ത് വരികയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അരുൺ സ്മോക്കിൻ്റെ കയ്യിൽ നിന്ന് ഒരു വണ്ടി അരുൺ സ്മോക്കി സെയിൽ ചെയ്ത ഒരു വണ്ടി ഒരു കസ്റ്റമറെ മേടിക്കുകയുണ്ടായി. അപ്പോൾ ആ കസ്റ്റമറിന് കുറേ കംപ്ലൈൻറ്റുകൾ നേരിടാൻ്റെ ഒരു സാഹചര്യം വന്നു. ഏകദേശം 1 ലക്ഷം രൂപയുടെ പണി ആ വണ്ടിക്ക് ഉണ്ട് എന്നാണ് ട്രിപ്പി മെക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ഈ വീഡിയോയിൽ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. സംഭവം പറഞ്ഞത് എന്താണെന്നും അത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞതെന്നും എങ്ങനെയാണ് അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നുള്ളതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് കാര്യം കേൾക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ളൊരു കേസ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഒരു മെക്കാനിക് എന്നാണ് പറഞ്ഞത്. ഈ ട്രിപ്പി മെക്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുള്ള പുള്ളിക്കാരൻ ഒരു മെക്കാനിക്കാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനും ഒരു മെക്കാനിക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളൊരു മെക്കാനിക്കാണ്. പക്ഷേ ആ പുള്ളിക്കാരൻ പറഞ്ഞേക്കണം, അരുൺ സ്മോക്കിനെ പോലെ ഇത്രയും നല്ലൊരു സെയിലുകാരൻ. കാര്യം അരുൺ സ്മോക്കിനെ പേഴ്സണലായിട്ട് നമുക്ക് കുറച്ച് പേർക്കറിയാം. ഞാൻ എൻ്റെ സുഹൃത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് വണ്ടികൾ അരുൺ സ്മോക്കിൻ്റെ കയ്യിൽ നിന്നൊക്കെ മേടിച്ച് കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അരുൺ സ്മോക്കിൻ്റെ ഇടപെടലും പുള്ളിക്കാരൻ്റെ ഒരു സംസാര രീതിയും എല്ലാം നമുക്കറിയാം. നമ്മൾ ആരെയും ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല, പക്ഷേ എങ്കിലും നമുക്ക് ഒരാളെ പറ്റും അവർ മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഒരു സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരാളെ പറ്റിയൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിൽ അരുൺ സ്മോക്കി എന്ന് പറഞ്ഞ വ്യക്തി വളരെ നല്ലൊരു മനുഷ്യനാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം വെച്ചാൽ പുള്ളിക്കാരൊരു ബിസിനസ്സുകാരനാണ്, എല്ലാവരും ചെയ്യുന്ന ബിസിനസ്സാണ്. പക്ഷേ ഇതിൽ സാധാരണ ചെയ്തു വരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു 50 വണ്ടി സെയിൽ ചെയ്യുമ്പോൾ അതിലൊരു കുറഞ്ഞൊരു 5 വണ്ടി എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വരാം, സ്വാഭാവികമാണ്. അത് എല്ലാ ബൈക്ക് സെയിൽ ചെയ്യുന്നവർക്കും അറിയാം. ഇതിപ്പോൾ കസ്റ്റമർ കൊണ്ടുപോയി കുറച്ചാൾ കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വരിക. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നാൽ പോലും തന്നെ പുള്ളിക്കാരെ ഈ അരുൺ സ്മോക്കി എന്ന് പറഞ്ഞ വ്യക്തി വണ്ടി തിരിച്ച് വിളിക്കുക, ആ കംപ്ലൈൻറ്റുകളൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അത്രയും വളരെ നീറ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ബിസിനസ്സിലൊരു വളർച്ച വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇത്രയും വലിയൊരു സെയിലുകാരനാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഈ ട്രിപ്പി മെക്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് വളരെ മോശകരമായിട്ടുള്ള രീതിയിലാണ്. അത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു അഡിസ്മോക്കിന് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ആ പുള്ളിയോട് ഒരു വ്യക്തിവേഗം പോലും ഇല്ല. പക്ഷേ ഈ ഒരു വണ്ടിയുടെ കേസിൽ ആ പുള്ളി കാണിച്ചേക്കുന്ന കസ്റ്റമറോട് കണ്ണിച്ചോറില്ലാത്ത കാര്യമാണ്. കാരണം 1,40,000 രൂപയ്ക്കാണ് അയാൾ ഈ ഒരു വണ്ടി കസ്റ്റമർക്ക് കൊടുത്തത്. അപ്പം പോലും ഈ വണ്ടീനകത്ത് 1 ലക്ഷം രൂപയുടെ വർക്ക് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. കസ്റ്റമർ നമ്മുടെ ഷോറൂമിൽ വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് 1 ലക്ഷം രൂപയുടെ വർക്ക് ഇനിയും പെൻഡിങ് ആണെന്നുള്ളത്. കസ്റ്റമർക്ക് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്നാണ് ഈ ചാനലിൽ തന്നെ പറയുന്നുകൊണ്ട് വെറുതെ ഇട്ടതാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അരുൺ സ്മോക്കിനെതിരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയിൽ പറയുന്ന SR125 എന്ന് പറയുന്ന വണ്ടി, അങ്ങനെ ഒരു വണ്ടി അരുൺ സ്മോക്കി സെയിൽ ചെയ്തിട്ടില്ല. അത് എൻ്റെ ഭാഗത്തു നിന്നൊരു വലിയ മിസ്റ്റേക്കാണ്. ആ ഒരു വീഡിയോ ചെറിയൊരു ഷോർട്ടായിട്ടാണ് ഞാൻ ഇതുവരെ കാണിച്ചിരിക്കുന്നത്, നിങ്ങൾക്കത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പം എനിക്ക് ഇതിൽ നമ്മുടെ സബ്സ്ക്രൈബറോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം കറക്റ്റായിട്ട് ഉള്ള റൂൾസിൽ ശരിയായിട്ടുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും വരാനില്ല. അപ്പോൾ എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബറിനോടും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ അല്ലാത്തവരോടും ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഏതൊരു വണ്ടി, ബൈക്കോ സ്കൂട്ടറോ അതിനിപ്പോൾ ജസ്റ്റ് കാറോ എന്ത് വാഹനം തന്നെ എടുക്കാൻ പോയാലും ശരി തന്നെ, നിങ്ങളൊരു സെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന വണ്ടി, സെക്കൻഡ് വണ്ടി നിങ്ങൾ മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മെക്കാനിക്കിനെ കൂടെ കൊണ്ടുപോകുക. എന്താണ് കുഴപ്പം? ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയി ആ വണ്ടി ഓടിച്ച് നോക്കി ആ മെക്കാനിക്ക് പറയുന്ന പോലെയുള്ള പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എത്ര രൂപ ആവുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കംപ്ലൈൻറ്റ് ഇപ്പോൾ നിലവിലുണ്ട്, ഇനി എന്തൊക്കെ കംപ്ലൈൻറ്റുകൾ വരാൻ സാധ്യതകളുണ്ട്, ഇതൊക്കെ നമുക്കൊരു വണ്ടി ഓടിക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. എത്ര രൂപ വരെ നമുക്ക് കയ്യിൽ നിന്ന് നഷ്ടം വരുന്നുണ്ട്, ഇതെല്ലാം കാൽക്കുലേഷൻ ചെയ്തിട്ട് നിങ്ങൾ വില പറയുക, വണ്ടി നോക്കിയെടുക്കുക. ഇപ്പോൾ ഇതിലിപ്പോൾ അരുൺ സ്മോക്കിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് അതാണ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അരുൺ സ്മോക്കിൻ്റെ കാര്യമാണ് പറയാന്നുള്ളതെന്നുണ്ടെങ്കിൽ, പുള്ളിക്കാരൻ ഇത്രയും നല്ലൊരു സെയിലുകാരനായതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നല്ല രീതിയിൽ
ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരാളുടെ വളർച്ച കണ്ടിട്ട് ഇത് മനഃപൂർവ്വം എയർ സ്മോക്കിനെ കരിവേരി തയ്ക്കാനായിട്ട് കാണിച്ചു വെച്ച ഒരു വീഡിയോ ആയിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. എനിക്കിതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. പക്ഷേ യൂട്യൂബിൽ ഇപ്പോൾ ഇഷ്ടംപോലെ വീഡിയോകൾ ഇങ്ങനെ വരുന്നുണ്ട്, ഇന്നതാണ് കാര്യം, അതേപോലെ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ഉടായിപ്പുകാരനാണെന്നുള്ള രീതിയിലൊക്കെ തന്നെ ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ ഒരു കാരണം. എനിക്കിതിൽ മെയിനായിട്ട് പറയാനുള്ളൊരു കേസ്, അൺസ്മോക്കി എങ്ങനെയുള്ള ഒരാളായിപ്പോട്ടെ, അയാൾ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 50 വണ്ടി സെയിൽ ചെയ്യുമ്പോൾ 5 എണ്ണം മിക്കവാറും കംപ്ലൈൻ്റ് ഒക്കെ വരാറുണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ പണിയുന്ന ഒരു മെക്കാനിക്കായിട്ടുള്ള എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം, നമ്മളൊരു 10 വണ്ടി ചെയ്യുമ്പോൾ അതിലൊരു 1-2 വണ്ടി എന്തെങ്കിലും റിട്ടേൺ കംപ്ലൈൻറ്റുകളൊക്കെ വരും. സ്വാഭാവികം, നമുക്ക് മനുഷ്യന്മാരാണ്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മളെ ഉത്തരവാദിത്തത്തോട് കൂടി നിൽക്കുന്നു, നമ്മൾ തന്നെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് നമ്മൾ ഒരുപാട് നേരിട്ടിട്ടുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത്, ഒരു വണ്ടി എടുക്കുമ്പോൾ മെക്കാനിക്കിനെ കൊണ്ടുപോവുക. മെക്കാനിക്കിനെ കൊണ്ടുപോയി കാണിച്ച് ഓടിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളൊരു വാഹനം മേടിക്കാൻ വേണ്ടി നിൽക്കാവൂ. ഇതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതേപോലത്തെ വീഡിയോകളൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കണ്ടെന്നും ഇപ്പോൾ ആരും സ്മോക്കി അങ്ങനെ ഒരാളാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആരും വരുത്തി വെക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ് എനിക്കിതിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരെ ഇപ്പോൾ 1 ലക്ഷം രൂപ പണിയാണെന്നൊക്കെ പറഞ്ഞൊക്കെ വെറുതെയാണ്, അതിനുള്ളതൊന്നുമില്ല. അങ്ങനെ 1 ലക്ഷം രൂപ പണി എന്നുള്ളൊരു വണ്ടിയൊന്നും പുള്ളിക്കാരൻ അങ്ങനെ സെയിൽ ചെയ്യുന്നില്ല. കാരണം അയാൾ അത്രയും ക്വാളിറ്റിയോട് കൂടി സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു കാരണവശാലും 1 ലക്ഷം രൂപ പണിയൊക്കെ ഉള്ളൊരു വണ്ടിയൊന്നും ഒരിക്കലും അത് സെയിൽ ചെയ്യാറൊന്നും പോണില്ല. അതൊക്കെ ഇങ്ങനെയൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി, ഫോളോ ചെയ്യുക. മെക്കാനിക്കിനെ കൊണ്ടുപോയി മാത്രമേ ഒരു വണ്ടി എടുക്കാൻ നിൽക്കുക. നമ്മുടെ സബ്സ്ക്രൈബറുടെ എനിക്ക് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ തന്നെ സെക്കൻഡ്സ് വണ്ടികളൊക്കെ എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, അതിൽ എന്തൊക്കെ കംപ്ലൈൻറ്റുകളാണ് നമ്മൾ മെയിനായിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ ഒരുപാട് ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഇങ്ങനൊരു വിഷയം നടന്നപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി തോന്നിയത്. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്തായാലും അത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.